إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തുവാനും അവൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസൃതമായി തൃപ്തികരമായ ഒരു ജീവിതം മരണം വരെ നയിക്കുവാനും ഒരു മുഅ്മിനായി മുഹ്സിനായി മുത്തഖിയായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള വലിയ തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കും ചെയ്യുമാറാകട്ടെ. 45-ാമത്തെ സൂറത്തുൽ ജാസിയയാണ്. അതിൻ്റെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തുന്ന പ്രത്യേകമായ ഒരു വിഷയം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സൂചിപ്പിക്കുകയാണ്, ثم جعلناك على شريعة من الأمر, ശരിയായ കൽപ്പനകളിൽ നിന്നുള്ള ഒരു ശരീഅത്തിന്റെ മേലാണ് താങ്കളെ നാം നിലനിർത്തിയിട്ടുള്ളത്. ഫത്തബിഅഹ, അവകളെ താങ്കൾ പൂർണ്ണമായ അർത്ഥത്തിൽ പിൻപറ്റണം. വലാ തത്തബിഅ അഹ്വാഅ, സ്വന്തം താല്പര്യങ്ങളെ ഇച്ഛകളെ പിൻപറ്റുവാൻ പാടില്ല. അല്ലദീന ലാ യഅലമൂൻ, ഇതെങ്ങനെയുള്ള ഇച്ഛകളാണ്? ശരിയായ അറിവില്ലാത്തവരുടെ ഇച്ഛകളെ പിൻപറ്റാൻ പാടില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ഏതു നിലയിലായിരിക്കണം എന്നതിനെ കൃത്യമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെ പിന്നിലുള്ള പ്രേരക ശക്തിയെ നാം ഒന്ന് പരിശോധിച്ചു നോക്കുക.
അത് നമ്മുടെ വ്യവഹാര കച്ചവട മേഖലയിലായിരുന്നാലും നമ്മളുടെ സൗഹൃദത്തിൻ്റെ മേഖലകളിലായിരുന്നാലും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളുടെ വിഷയങ്ങളിലായിരുന്നാലും പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി എന്തൊന്നാണ്? അത് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മളുടെ മനസ്സാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെയും അറിയാം. നമ്മുടെ മനസ്സിന്റെ താല്പര്യങ്ങൾ എന്താണ്? അത് ചിലപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ച തീരുമാനങ്ങളാകാം, അല്ലെങ്കിൽ പൊടുന്നനെ ഉണ്ടാകുന്ന തീരുമാനങ്ങളാകാം. അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ മനസ്സുകളാണ്. എന്നാൽ ഈ മനസ്സിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ നമ്മളുടെ ചിന്തകളാണെന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അനുനിമിഷം ധാരാളം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവകളെ എത്രമാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു പരിശ്രമവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഓരോ നിമിഷത്തിലും നമ്മളുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ചിന്തകളുടെ എണ്ണം അത് 60ഓളമാണ് എന്നാണ് ആധുനിക മനഃശാസ്ത്രം വ്യക്തമാക്കുന്നത്. ഒരു നിമിഷമാണ് 60ഓളം ചിന്തകൾ കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് പോലും അറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള നമ്മുടെ മനസ്സിന്റെ തലങ്ങളിലേക്കാണ് ഈ ചിന്തകളൊക്കെയും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്ന ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ. എന്നാൽ ചിന്തകൾക്ക് പിന്നിൽ എന്താണ്? പലപ്പോഴും നമ്മളുടെ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ മറ്റു പല ആളുകളുടെയും വിലയിരുത്തലുകളാണ്, അഭിപ്രായങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ്. അത് ചിലപ്പോൾ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ളതാകാം, അല്ലെങ്കിൽ പരമ്പരാഗതമായി കുടുംബ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൈമാറി വരുന്ന കാഴ്ചപ്പാടുകളാകാം, അല്ലെങ്കിൽ ചില പ്രത്യേകമായ അനുഭവത്തെ തുടർന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാകാം. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നും കടന്നു വരുന്ന ചില ചിന്തകളാണ്, ചില താല്പര്യങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ നാം ഒന്ന് അപഗ്രഥിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ലോകത്ത്, നമ്മുടെ ചുറ്റോടു ചുറ്റും ധാരാളം അഭിപ്രായങ്ങളുണ്ട്, വിലയിരുത്തലുകളുണ്ട്. അറിവുകളുടെ മേഖലകളിൽ പലപ്പോഴും അവയൊക്കെ വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നയാളുടെ കാഴ്ചപ്പാടാണ്, ഇദ്ദേഹം വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം വലിയൊരു തത്വചിന്തകനാണ്, അല്ലെങ്കിൽ ഫിലോസഫറാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം വലിയൊരു ദാർശനികനായിരുന്നു. ഭാരതം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ദാർശനികന്മാരിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദാർശനികനാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഇദ്ദേഹം രാജ്യത്തിന്റെ തലവനായിരുന്നു, പ്രസിഡന്റായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ പല തലങ്ങളിൽ നിന്നുമുള്ള പല നിലയ്ക്കുമുള്ള അഭിപ്രായങ്ങളുടെ കാരണങ്ങളെ നാം വിലയിരുത്താറുണ്ട്. അപ്പൊ അവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ ഇദ്ദേഹം വലിയൊരു മനഃശാസ്ത്രജ്ഞനായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ തലത്തിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്, അത് വളരെ നല്ല അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ എണ്ണമറ്റ രൂപത്തിലുള്ള കാരണങ്ങളാണ് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. പലപ്പോഴും അതിന് നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അങ്ങനെ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം എന്താണ്, അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ്, അതിന്റെ പിന്നിലുള്ള പ്രചോദനം എന്തൊക്കെയാണെന്ന് ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ഇതൊക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
പലപ്പോഴും മയ്യത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി പള്ളികളിലേക്ക് പോയിട്ടുള്ളവരാണ് നമ്മൾ. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുടേതായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടേതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒക്കെ ബന്ധങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മൾ ആ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ചെന്നെത്തിപ്പെടുക. അപ്പൊ അവിടെ ഒരു മയ്യത്തിനെ കിടത്തിയിട്ടുണ്ടാവും. അപ്പൊ മയ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു വഅഫി വഅഫു അൻഹു എന്നൊക്കെ പറഞ്ഞിട്ട് വാക്രിം നുസുൽ എന്ന് പറഞ്ഞ വിശാലമായിട്ടുള്ള ആ മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള ദുആ നമ്മൾ ചെയ്യും. ഈ ദുആയിൽ എന്താണ് പറയുന്നത്? അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം, അദ്ദേഹത്തിന് നീ മാപ്പ് കൊടുക്കണം, അങ്ങനെ അദ്ദേഹത്തിന്റെ ബർസഖിയായ ലോകത്ത് അല്ലെങ്കിൽ ആത്മീയ ലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ ആദരണീയമായ സാഹചര്യങ്ങൾ നീ ഒരുക്കി കൊടുക്കണമെന്നൊക്കെ ഒരു ചടങ്ങിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ആ മയ്യത്തുമായി അങ്ങേയറ്റത്തെ ആത്മബന്ധമുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനാ നിരതരായി നമ്മൾ ഇത്തരം ദുആകൾ ചെയ്യാറുണ്ട്. ഒരു മയ്യത്ത് നമസ്കാരത്തിന്റെ ഭാഗമെന്നോണം നമ്മൾ ചെയ്യുന്ന ഈ എല്ലാ ദുആകളും സ്വീകരിക്കപ്പെടണമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒക്കെയും ഒരു അഭിപ്രായം അത് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ ഈ ചെയ്യുന്ന ദുആ ഒക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ മയ്യത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തെ പരിഗണിച്ചിട്ടാണ്. അള്ളാഹു ആ ദുആ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ആ ഒരു അമല് ചെയ്ത പ്രതിഫലം എനിക്ക് പടച്ചവൻ തരും. അത് ആ മയ്യത്തിനോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചു എന്നുള്ള നിലയ്ക്ക് ആ മയ്യത്തിന് അത് പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ആ മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രിയമുള്ളവരെ, കിടക്കുന്നത് ഞാനാണ് പള്ളിയുടെ മുന്നിൽ കിടക്കുന്നത്, വെള്ള തുണിയിൽ പൊതിഞ്ഞ്. നമ്മൾ ഓരോ ആളുകളൊന്ന് ചിന്തിക്കുക, നമ്മൾ അതൊന്ന് മനസ്സിലൊന്ന് കാണുക. ആ സമയത്ത് 2 കെട്ടിയിട്ടിട്ടുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, തുണിയിൽ ഇങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അങ്ങനെ നമ്മൾ കിടക്കുന്ന അവസ്ഥയിൽ നമുക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു ദുആ പരിഗണിക്കുക? ആരാണ് ഈ ദുആ പരിഗണിക്കേണ്ടത്? നമുക്കൊക്കെ അറിയാവുന്ന അല്ലാഹു ആണ്, വേറെ ആരുമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹുവുമായി ബന്ധപ്പെട്ട ചില പരിഗണനകളെ മുൻനിർത്തിയിട്ടാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അല്ലാഹു ആണ് എൻ്റെ പാപങ്ങൾ പുറത്തു തരേണ്ടതെങ്കിൽ, എന്നോട് മാപ്പ് നൽകേണ്ടതെങ്കിൽ, എൻ്റെ ഇനി കടന്നു പോകാവുന്ന എല്ലാ ഘട്ടങ്ങളെയും ആദരണീയമാക്കേണ്ടത് ഈ ഒരേ ഒരു അല്ലാഹു മാത്രമാണെങ്കിൽ, ഈ അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്കും താല്പര്യങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും മാത്രമാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാധാന്യം കൽപ്പിച്ചത്? അതാ നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം നിർബന്ധപൂർവം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതിപ്പോഴല്ല, ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ്. ഈ പറഞ്ഞതുപോലെ എന്തിന്റെ അഭിപ്രായത്തിലാണ് നീ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം, ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് പറയാനുള്ള, അഭിപ്രായം പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ ആ സൈക്കോളജിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം ആധുനികനാണ്, അദ്ദേഹം നൊബേൽ പ്രൈസ് ജേതാവാണ്, അല്ലെങ്കിൽ ഇത് വലിയൊരു ഫിലോസഫറാണ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ വളരെ കൃത്യമാണ്, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ ഇദ്ദേഹം വലിയൊരു രാഷ്ട്ര തലവനായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ഓരോ ആളുകളെയും തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളെ അടക്കം പറഞ്ഞിട്ടാണ് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാനായി തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിലുള്ള ഓരോരോ പ്രവർത്തനങ്ങളെയും ഞാൻ തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്തായിരുന്നു, അത് അല്ലാഹു മാത്രമായിരുന്നോ എന്ന് നിർബന്ധപൂർവം തീരുമാനിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ മയ്യത്തായിട്ട് കിടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇനി പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ, അള്ളാഹുവിന്റെ കൽപ്പനകളാൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു ശരീഅത്തിന്റെ മേലാണ് താങ്കളെ നാം നിലനിർത്തിയിട്ടുള്ളത്, താങ്കളെ നാം ആക്കിയിട്ടുള്ളത്. എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറഞ്ഞ, മറ്റൊരു കൽപ്പനയില്ല, ഒരു താല്പര്യമില്ല, ഒരു ചിന്തകളുമില്ല, ഒരു ഫിലോസഫിയും ഇല്ല, അള്ളാഹുവിൻ്റെത് മാത്രമാണ്. അത് മനഃശാസ്ത്രപരമായിരിക്കാം, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ സയന്റിഫിക് ആയിരിക്കാം, എന്തുമായിരിക്കാം. ലോകത്ത് നിന്ന് ധാരാളം അഭിപ്രായങ്ങൾ വരുന്നത് പോലെ
അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ കൃത്യമായ രൂപത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പൊ ഏതിനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിഗണിക്കേണ്ടത്? ഇതൊരു ചോദ്യമാണ്. ഇതിനൊരു ഉത്തരം നമ്മൾ ജീവിതത്തിൽ കൊടുത്തേ പറ്റൂ. ഞാൻ ന്യൂസ് പേപ്പർ വായിച്ച സമയത്ത് പല ആളുകളും അതിൽ പല നിലയ്ക്കുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതിനെയൊക്കെയാണ് ഞാൻ ശരിവെച്ചിട്ടുള്ളത്? ആ ശരിവയ്ക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഈ ശരിയാത്താണോ? ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തോട് എൻ്റെ മക്കളോട് പല നിലയ്ക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പല നിലയ്ക്കുമുള്ള പെരുമാറ്റങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? എൻ്റെ ഭാര്യയോട് മാപ്പ് ചോദിക്കേണ്ടി വരും, എൻ്റെ മക്കളോട് മാപ്പ് ചോദിക്കേണ്ടി വരും. അങ്ങനെ തെറ്റായി ആരോടൊക്കെയാണോ ഞാൻ പെരുമാറിയിട്ടുള്ളത് അവരോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കേണ്ടി വരും. ഞാൻ മാപ്പ് ചോദിച്ചോ? ഇല്ല എങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് തികച്ചും ശരിയായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. അത് ലോകത്തുള്ള ഏതെങ്കിലുമൊക്കെ ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ അതിനെ ഞാൻ ശരിവെച്ചത്? അതോ അള്ളാഹുവിൻ്റെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഞാൻ ശരിവെച്ചിട്ടുള്ളത്? വിലയിരുത്തേണ്ട ഒരു വിഷയമാണ്. അത് മയ്യത്തായി കിടക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയമല്ല, അതിനെ മുമ്പേ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, പ്രവാചകരെ, താങ്കളെ ശരിയായ ഒരു ശരീഅത്തിന്മേലാണ് നാം താങ്കളെ ആക്കിയിട്ടുള്ളത്. ഫത്തബിഅഹ, അവകളെ താങ്കൾ പിൻപറ്റണം. ശരിയായ ഒരു ശരീഅത്തിന്മേലാണ് താങ്കളെ നാം ആക്കിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എവിടുന്നാണ് ഈ ശരിയായ ശരീഅത്തിന്മേൽ നിലകൊള്ളാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്? അത് ആദരവായ ജിബ്രീൽ അലൈഹിസ്സലാം ഇടയ്ക്കിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയും സാഹചര്യത്തിനനുസൃതമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും കൽപ്പനകളും ഇത് അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവകളോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എന്തായിരുന്നു? ഒരു പ്രവാചകനായതുകൊണ്ട് നിർബന്ധപൂർവം അതെല്ലാം സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പലപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ, അപ്പോൾ സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്ന് നമുക്ക് ഖുർആൻ വ്യക്തമാക്കി തരുന്നത് ബഹുമാന്യനായ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തെ മുന്നോട്ട് വെച്ചിട്ടാണ്. കണ്ടോ, നീനവ എന്ന ദേശത്തേക്ക് നാം അയച്ച ഒരു പ്രവാചകൻ നാം ഇറക്കിക്കൊടുത്ത കൽപ്പനകളെ മാറ്റിവെച്ചിട്ട് സ്വീകരിക്കാതെ അദ്ദേഹം സ്വന്തമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാ പോകുന്ന കണ്ടു. അങ്ങനെ ഒരു പ്രവാചകനെ ഖുർആനിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അദ്ദേഹത്തിന്റെ പേര് യൂനുസ് നബി അലൈഹിസ്സലാം എന്നാണ്. അതായത് യൂനുസ് പോകുന്ന കണ്ടു ഖുർആൻ ചോദിക്കുക. കുറെ കൽപ്പനയൊക്കെ കൊടുത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലേക്ക് എത്തിയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? തൽക്കാലം അതൊക്കെ മാറ്റി വെച്ചു, സ്വീകരിച്ചിട്ടില്ല. അതാ പോകുന്ന പോക്ക് കണ്ടു എന്നാണ് ചോദിച്ചത്. ആ യൂനുസ് നബി അലൈഹി സ്വലാമെ നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ ഇങ്ങനെയും പ്രവാചകന്മാർക്ക് പോകാൻ കഴിയുമല്ലേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വേണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല. മറിച്ച് എന്താണ് ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുത്ത ഓരോരോ ആയത്തുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേറ്റുകയും താമസം വിന അവകളെ പ്രായോഗികവൽക്കരിച്ച് ആ ഒരു സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് ഇത് ഒരു മനുഷ്യന് പ്രായോഗികവൽക്കരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. വെറുതെ തത്വങ്ങൾ പറയുകയല്ല ചെയ്ത്. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് കുറെ തത്വങ്ങൾ പറയും. എൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രായോഗികവൽക്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാനുമായി ബന്ധപ്പെട്ട അടുത്ത വൃന്ദങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. അല്ലായെങ്കിലോ കേവലം അതൊരു തത്വങ്ങൾ പറച്ചിലുകൾ മാത്രമായിട്ട് അത് അവശേഷിച്ചു. അതിൽ നിന്നും അല്ലാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. ഇവയൊക്കെ പ്രായോഗികവൽക്കരിക്കാനുള്ളതാണ്. അപ്പൊ ആ നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊള്ളുക മാത്രമല്ല, അവകളെയൊക്കെയും പ്രായോഗികവൽക്കരിച്ച് മുന്നോട്ട് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ അംഗീകരിക്കുകയാണ്. താങ്കൾ എൻ്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലുള്ള ശരിയായ ശരീഅത്തിന്മേലാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല 45-ാമത്തെ സൂറത്തായ സൂറത്തുൽ ജാസിയയുടെ 18-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫിലോസഫികളെ അല്ലെങ്കിൽ ആ ഒരു തത്വങ്ങളെ ഉൾക്കൊള്ളുക മാത്രമല്ല, അതിനെ ശരിക്കും പ്രായോഗികവൽക്കരിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയാതെ പറയുകയാണ് ചെയ്യുന്നത്.
അപ്പം ആ നിലയ്ക്കുള്ള നിലപാടിൽ തന്നെ താങ്കൾ നിലകൊള്ളണം. ഫത്തബിഅഹ, താങ്കൾ അവകളെ എല്ലാം പിൻപറ്റണം. അതിനുശേഷം പറയുന്നത് വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. വിഷയങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്ത, ശരിയായ അറിവില്ലാത്ത ആളുകളുടെ താല്പര്യങ്ങളെ താങ്കൾ പിൻപറ്റാൻ പാടില്ല. വിഷയങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്ത ആളുകൾ അപ്പോൾ ആരാണ്? അത് പരിശോധിക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾ ഇവിടെ വന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയാൽ അവിടെയുള്ള ആളുകൾ പറയുന്നത് കേൾക്കാൻ കഴിയും. ഈ പറയുന്നതൊക്കെ സ്വന്തം താല്പര്യപ്രകാരമാണോ അല്ലയോ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? അതല്ല ഇനിയിപ്പോ ഖുർആനിലുള്ളത് മാത്രം നമ്മൾ അനുസരിച്ചാൽ മതിയോ? പുറമേ ആളുകൾ പറയുന്നൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടെന്നാണോ? അല്ല. അത് പരിശോധിക്കാനുള്ള മാനദണ്ഡം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അവകളെ നമ്മൾ വിലയിരുത്തുകയും, ഇതൊക്കെ ഖുർആനിലും ഹദീസിലും അധിഷ്ഠിതമായ രൂപത്തിലാണോ ഇദ്ദേഹം പറയുന്നത് എന്ന് പരിശോധിച്ചിട്ട് ആണ് എന്ന് തോന്നുന്നുവെങ്കിൽ അതിനെ നമ്മൾ പിൻപറ്റുകയും അല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് കേൾവിയുടെ വിഷയത്തിലുള്ള നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇപ്പം ഞാൻ പറയുന്നതിൽ വിവരക്കേടുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം, അത് പിൻപറ്റാൻ പാടില്ല. അതെൻ്റേത് മാത്രമാണ്. ഇനി അതല്ലാതെ ഖുർആനികമായി നമുക്ക് ശരിവയ്ക്കാൻ കഴിയുന്നുവെങ്കിൽ മാത്രം അംഗീകരിക്കുക. അപ്പോൾ മാത്രമേ അത് അള്ളാഹുവിൻ്റെതായി മാറുന്നുള്ളൂ. അത്ര ബാധ്യത മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ എല്ലാവരും അംഗീകരിക്കണമെന്നോ, എൻ്റെ ഗുരുനാഥന്മാരാണെങ്കിൽ പോലും, എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ പോലും, എന്നെ സഹായിക്കുന്ന ആളുകളുടേതാണെങ്കിൽ പോലും, എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെതാണെങ്കിൽ പോലും അത് പിൻപറ്റണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റേത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. കാരണം വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവില്ലാതെ ആളുകൾ സംസാരിക്കാറുണ്ട്. അവിടെ ആ സംസാരത്തിന് പിന്നിലുള്ള പ്രചോദനം എന്നുള്ളത് കേവലം അവൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും, അത് സയന്റിസ്റ്റുകളാകട്ടെ, ഫിലോസഫർമാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നൊബേൽ പ്രൈസ് കൊടുത്ത് ലോകം ഇന്ന് അദ്ദേഹത്തെ ആദരിച്ചെങ്കിൽ പോലും അറിവ് എന്നുള്ള വിഷയത്തിൽ പരിപൂർണത നമുക്കൊരിക്കലും അവകാശപ്പെടാൻ കഴിയില്ലെന്നാണ്. ഇപ്പൊ ജ്ഞാനശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അതാണ് അതിൻ്റെ നിയമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ 1875 കാലഘട്ടങ്ങളിൽ, 1875 എന്ന് പറയുമ്പോൾ 19-ാം നൂറ്റാണ്ടാണ്. ഒരുപാടൊന്നും അകലെയല്ല. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലാണല്ലോ ഉള്ളൂ. 2020 അങ്ങനെയാണല്ലോ, 2000 എന്നുള്ള നിലയ്ക്കാണല്ലോ നമ്മളിപ്പോൾ. അപ്പോൾ 21-ാം നൂറ്റാണ്ടാണ്. ആ നിലയ്ക്ക് 1800 എന്ന് പറയുമ്പോൾ 19-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടും 21-ഉം തമ്മിൽ അത്ര അകലെയൊന്നും അല്ല. അപ്പൊ 1875 നിലനിന്നിരുന്ന ആസ്ട്രോണമി അഥവാ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ടായിരുന്നു. പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വസിക്കുന്ന ഈ ഒരു ഗാലക്സി മാത്രമാണ് എന്നായിരുന്നു അദ്ദേഹത്തെ കാഴ്ചപ്പാട്. പ്രപഞ്ചത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചാൽ ഗാലക്സിയെക്കുറിച്ച് മാത്രമേ ഇന്ന് പറയാനുണ്ടാവുള്ളൂ. ഇതാണ് പ്രപഞ്ചം, ഇതാണ് യൂണിവേഴ്സ് എന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, ഒരു നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞു, അടുത്ത നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെയാണ് ഇത് വെറും ഒരു ഗാലക്സി മാത്രമാണ് കേട്ടോ, ഇതുപോലുള്ള ഒരുപാട് ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, അത് 35,000 കോടി എന്നുള്ള തലത്തിലേക്ക് ഈ അടുത്ത കാലത്താണ് ചർച്ച വന്നത്. 35,000 കോടി ഗാലക്സികൾ, ഈ നമ്മൾ പ്രപഞ്ചമെന്ന് വിചാരിച്ച ഈ ഗാലക്സിയെ പോലുള്ള ഒരുപാട് ഗാലക്സികൾ ഉണ്ട് എന്ന് പിൽക്കാലത്താണ് പറഞ്ഞത്. എന്നാൽ 1875 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 19-ാം നൂറ്റാണ്ടിലല്ല, 6-ാം നൂറ്റാണ്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞൊരു വിഷയമുണ്ട്, വസ്സമാഇ ദാത്തുൽ ബുറൂജ്. ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്, ശാസ്ത്രീയമായ ചർച്ച നടത്താൻ വേണ്ടിയിട്ടല്ല. വസ്സമാഇ ദാത്തുൽ ബുറൂജ് എന്താണ്? ബുറൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുർജ് എന്ന വാക്കിന്റെ ജംഅ് അഥവാ പ്ലൂറൽ ആണ്, എന്ന് വെച്ചാൽ അതിന്റെ ബഹുവചനം. ബുർജ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? സിംഗുലർ ആണ്. ബുറൂജ് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആണെന്ന് വെച്ചാൽ ബഹുവചനമാണ്. അപ്പൊ ബുർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗാലക്സി. ബുറൂജ് എന്ന് പറഞ്ഞാലോ ഗാലക്സികൾ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞെന്താണ്? വസ്സമാഇ, ഈ പ്രപഞ്ചം എന്നുള്ളത് ദാത്തുൽ ബുറൂജ്,
ബുറൂജുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ബുറൂജുകളെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞത്. നമ്മളിവിടെ 19-ാം നൂറ്റാണ്ടിലും സയൻസിന്റെ കാഴ്ചപ്പാടിൽ ഒരൊറ്റ ബുർജ് മാത്രമേ ഉള്ളൂ. ബുറൂജ് എന്നുള്ള സങ്കല്പത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. എന്താണ്? അറിവിന്റെ പോരായ്മയാണ്, അറിവിന്റെ പരിമിതിയാണ്. അവസാനം എന്ത് ചെയ്തു? ഒരു ശരിയായ ഒരു ധാരണയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോ, ഒരു ബുർജൊന്നും അല്ല, 35,000 കോടി ബുർജുകളെ വരെ ഇന്നവരെ കണ്ടെത്തി എന്നാ പറയും. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ അറിവ് സമ്പൂർണ്ണമാണെന്നാണോ? ഒരിക്കലും സമ്പൂർണ്ണമാവുകയില്ല. അത് സയൻസ് എത്ര ഡെവലപ്പ് ചെയ്തു, എത്ര പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാലും, ടെക്നോളജി എത്ര ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അറിവ് സമ്പൂർണ്ണമായെന്ന്. കാരണം ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. പിന്നെ എന്തിന് നമ്മൾ ഈ ഭൗതികരായ ആളുകളുടെ കാഴ്ചപ്പാടുകളെ മുൻനിർത്തിക്കൊണ്ട് ഒരു മാർഗം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തണം? എന്തുമാത്രം അബദ്ധങ്ങൾ സംഭവിക്കാം. ഇപ്പൊ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ എന്തുമാത്രം അബദ്ധങ്ങളാണ് ഒരു കാലത്ത് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ സൈക്കോളജിയുടെ ഫാദർ എന്നൊക്കെ, ആധുനിക സൈക്കോളജിയുടെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അനലറ്റിക്കൽ സൈക്കോളജിയുടെ ഫാദർ ആയിട്ടാണ് അദ്ദേഹത്തെ പറയുന്നതെങ്കിലും പൊതുവിൽ സൈക്കോളജിയുടെ അല്ലെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ പറയുക അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്ന് പറയും. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര സങ്കല്പങ്ങളെ എന്നോ മനഃശാസ്ത്ര ലോകം എടുത്ത് വലിച്ചെറിഞ്ഞു. ഇത് അപ്രായോഗികമാണ്, മണ്ടത്തരങ്ങളാണ്, വിഡ്ഢിത്തങ്ങളാന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ പഴയ കാലത്തുള്ള ആളുകൾ പലതും പറഞ്ഞു വെച്ചു എന്നുള്ള നിലയ്ക്ക് അവരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അവരുടേതായിട്ടുള്ള നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങളിലൂടെയാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. പക്ഷെ അവരെ ആദരിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എടുത്തു വലിച്ചെറിയേണ്ടി വരും എന്ന് തന്നെയാണ്. അതിപ്പോ ഇസ്ലാമിക മേഖലയുള്ള വിഷയമായിരുന്നാലും ശരി, ആരോടെങ്കിലുമുള്ള അമിതമായ ബഹുമാന, ഭക്തി, ആദരവ് ഒരിക്കലും വ്യക്തിയിൽ ഉണ്ടാക്കാൻ പാടില്ല. ഇനി അങ്ങനെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അന്ധമായ രൂപത്തിൽ എന്തിനെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ അത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ് എന്നാണ് ഖുർആനും ഹദീസും വ്യക്തമാക്കുന്നത്. അതിന്റെ മറ്റൊരു ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, വലാ തത്തബിഉ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. ശരിയായ ഇൽമില്ലാത്ത, അറിവില്ലാത്ത ആളുകളുടെ ഹവയെ അഥവാ സ്വന്തം താല്പര്യങ്ങളെ, സ്വന്തം കാഴ്ചപ്പാടുകളെ, സ്വന്തം നിരീക്ഷണങ്ങളെ, സ്വന്തം പരീക്ഷണങ്ങളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അതിന്റെ താല്പര്യം അതാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അവിടെ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായും പ്രാധാന്യം കൽപ്പിക്കുക. അപ്പോൾ ഒരു എത്തീസ്റ്റ് വന്നിട്ട് അല്ലെങ്കിൽ നിരീശ്വരവാദി വന്നിട്ട് അതിലും അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ അതിനാണ് നമ്മൾ എപ്പിസ്റ്റമോളജി അഥവാ ജ്ഞാനശാസ്ത്രം എന്നുള്ള വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ യുക്തിഭദ്രമായിട്ടുള്ള, അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നമ്മൾ നടത്തേണ്ടത്. ആ പരിശോധനകൾ ലോകത്തൊരുപാട് നടന്നിട്ടുണ്ട്. ഇന്നേ വരെ ശാസ്ത്രങ്ങൾക്ക് അബദ്ധം സംഭവിക്കാമെന്നും ഫിലോസഫിക്ക് അഥവാ തത്വശാസ്ത്രജ്ഞന്മാർക്കും തത്വശാസ്ത്ര ലോകത്തിനും അബദ്ധം സംഭവിക്കാമെന്നും എംപിരിക്കൽ എന്നറിയപ്പെടുന്ന അല്ലെ എംപിരിസിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നത്തെ ശാസ്ത്രത്തിന് അഥവാ സയൻസിനും അബദ്ധങ്ങൾ സംഭവിക്കാമെന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും 100 കണക്കിന് തെളിവുകൾ ഉണ്ടെങ്കിലും ഇന്നേ വരെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ഒരൊറ്റ സംഗതിയെ തിരുത്തേണ്ടി വന്നിട്ടില്ല. അബദ്ധജടിലമാണ് എന്നുള്ള നിലയ്ക്ക് ലോകത്ത് ആധികാരികമായി എപ്പിസ്റ്റമോളജി അഥവാ ജ്ഞാനശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിലയിരുത്തൽ പോലും വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ എങ്ങാനും വന്നിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ബഹളം. അങ്ങനെ വന്നിട്ടില്ല, സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒതുങ്ങിക്കൂടിയൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനോട് വെറുപ്പുള്ള ആളുകൾ ഈ മനുഷ്യർക്ക് നേരെ തിരിയുന്നത്. അവരുടെ ഉള്ളിലുള്ള ആശയത്തെ എതിർത്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്? സലാഹുദ്ദീൻ അയ്യൂബിയെ പോലുള്ള തികഞ്ഞ ഒരു നേതാവ് ആത്മീയതയും ഭൗതികതയും കൈമുതലാക്കിക്കൊണ്ട് ഖുർആന്റെയും ഹദീസിന്റെയും കൽപ്പനകളെ 100% പിൻപറ്റിക്കൊണ്ട് നവോത്ഥാനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബിയെ പോലുള്ള ഒരു തികഞ്ഞ നേതാവിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിന് സംരക്ഷണം കൊടുത്തപ്പോ ഈജിപ്തിനെ കീഴടക്കുന്നതിന് വേണ്ടി ബ്രിട്ടനിൽ നിന്നും ചില ആലോചനകൾ നടന്നു. അന്ന് വിക്ടോറിയ സഭയിൽ കോമൺസ് എന്നു പേരുള്ള ഒരു രാജ്യതന്ത്രജ്ഞൻ വിശുദ്ധ ഖുർആനെ എടുത്ത് ഉയർത്തിക്കാട്ടിയിട്ട് പറഞ്ഞു, ഈ ഒരു സാധനം ഈജിപ്തുകാരുടെ കയ്യിലുള്ളിടത്തോളം കാലം ഈജിപ്തിന്റെ മണ്ണിൽ കാലുകുത്താമെന്ന് ആരും സ്വപ്നം കാണല്ലേ
ദയവ് ചെയ്ത് കാണല്ലേ. അങ്ങനെ ആരെങ്കിലും കണ്ടാൽ അത് അബദ്ധജടിലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്നും ഒരു കൂട്ടക്കുരുതിക്ക് വേണ്ടി നമ്മളുടെ സമൂഹത്തിന്റെ ഒരു കൂട്ടക്കുരുതിക്ക് മാത്രം നമ്മൾ മനഃപൂർവ്വം സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു വിഡ്ഢിത്ത ചിന്താഗതിയുമായിട്ട് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് കോമൺ സംസാരിച്ചതോടുകൂടി ആ ഒരു ചർച്ച അവിടെ അവസാനിച്ചു. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ 100% അവിടെയുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുകയായിരുന്നു. എന്താ പ്രശ്നം? സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനെ ഹദീസിനെ മുൻനിർത്തിയിട്ടാണ് ഈജിപ്തിന് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വഴിക്ക് പോകണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു. ഈജിപ്ത് ആരും സ്വപ്നം കാണണ്ട. ആ കോമൺസ് അന്ന് പറഞ്ഞ അതേ അഭിപ്രായം ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആശയപരമായിട്ടുള്ള ചർച്ചകളിലേക്കോ സംഘടനകളിലേക്കോ ഒന്നും ഇന്ന് ശത്രുക്കൾ പോകാതെ മനുഷ്യക്കുരുതിയിലേക്കും നാടുകടത്തൽ എന്നുള്ള പരിപാടിയിലേക്കും അവരുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ദണ്ണം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ പുതിയ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും മുസ്ലിം ലോകം അത് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്നും ചിലപ്പോൾ പലപ്പോഴും പല ഫിലോസഫികളുടെയും പല അന്ധമായ കാഴ്ചപ്പാടിന്റെയും പിന്നാലെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ ഈ ഒരു 18ാമത്തെ ആയത്ത് പോലും പൂർണ്ണമായ അർത്ഥത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ ആളുകൾക്ക് മുസ്ലിമീങ്ങൾക്ക് കഴിയുന്നില്ല. അതിന്റെ അപജയങ്ങളാണ് ഓരോരോ പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈരാറ്റുപേട്ട എന്ന കൊച്ചു പ്രദേശത്ത് പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അതിനുള്ള അവസരം ഉള്ളതുകൊണ്ടാണ്. കുറ്റപ്പെടുത്താനുള്ള കാര്യം എന്താണ്? അതിനുള്ള അവസരം ആവോളം ഉള്ളത് കൊണ്ടാണ്. നമുക്കതില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഈരാറ്റുപേട്ടയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് അഥവാ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ആളുകളുടെ, ചെറുപ്പക്കാരുടെ ആ ഒരു കണക്ക് മാത്രം എടുത്താൽ മതി. രാത്രി കാലങ്ങളിൽ അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈരാറ്റുപേട്ടയെ നയിക്കേണ്ട ഇന്നത്തെ പുതുതലമുറയുടെ ആ ഒരു അവസ്ഥ, സാഹചര്യം മാത്രം ഒന്ന് കണക്കിലെടുത്താൽ മതി. അപ്പോൾ ഈ കുറ്റപ്പെടുത്തപ്പെടുന്നതിൽ വലിയ നമ്മളതിനെ എതിർത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ ആയത്തിനൊന്നും പ്രായോഗികവൽക്കരിച്ചത് കൊണ്ടൊന്നും അല്ല, പ്രായോഗികവൽക്കരിക്കാത്തത് കൊണ്ടാണെന്നുള്ള വിഷയത്തിൽ 100% നമുക്ക് ആ ഒരു ഉറപ്പിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള ശരിയായ ബോധം നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, സൂറത്തുൽ ജാസിയയുടെ 18ാമത്തെ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്ന വിഷയം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുവെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പരിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കുന്ന ഓരോ ആളുകളോടും അള്ളാഹു വ്യക്തിപരമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, താങ്കൾ ശരിയായ ശരീഅത്തിന്മേലാണെന്ന് പറയുമ്പോൾ ഞാൻ ഈ ആയത്ത് വായിച്ചു നോക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ ആ ഒരു തലത്തിലാണോ ഞാനൊന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രം. അതിനുശേഷം എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് എല്ലാ തലത്തിലും വിജയിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നാളെ പരലോകത്തും അദ്ദേഹം വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉറപ്പാണെന്നുള്ളത് എനിക്ക് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്കൊക്കെ എനിക്ക് എത്തിപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ ആ ഒരു കൽപ്പനയെ ഞാൻ ശിരസാ വഹിക്കേണ്ടി വരും. ഫത്തബിഅഹാ, ആ ശരീഅത്തിനെ, കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ പിൻപറ്റുക എന്നുള്ളതാണ്. രണ്ടാമത് വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അള്ളാഹു പറയുകയാണ് അതല്ലാത്ത ഒന്നിനെയും, പ്രത്യേകിച്ചും അറിവില്ലാത്തതെന്ന് പറയുമ്പോൾ ഖുർആനോളം അറിവിൽ വളർന്നിട്ടില്ലാത്ത, പരിപൂർണതയിൽ എത്തിയിട്ടില്ലാത്ത ആശയങ്ങളെ നിങ്ങൾ ഒരു നിലയ്ക്കും പിൻപറ്റാനേ പാടില്ല. അതിൻ്റെതായിട്ടുള്ള അബദ്ധങ്ങളാണ് ലോകത്തുനിന്നും മുസ്ലിം ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം അബദ്ധങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം പറയുന്ന ഒരു വിഷയം അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹും ലയഗ്നൂ അൻക മിനല്ലാഹി ശൈഅ വഇന്നൽ ളാലിമീന ബഅദ ഔലിയാഉ ബഅദ് വല്ലാഹു വലിയുൽ മുത്തഖീൻ. അതവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുന്ന ഒരു വിഷയം ഇന്നഹും ലയഗ്നൂ അൻക, അങ്ങനെ പിൻപറ്റിയ ആളുകൾക്ക് ഈ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അൻക മിനല്ലാഹി, താങ്കളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൽ നിന്നോ ഒന്നും യാതൊരു പ്രയോജനവും പ്രതീക്ഷിക്കേണ്ടതില്ല.
എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളത് മാത്രം, എന്തൊക്കെയോ പറയുന്നു എന്ന് മാത്രം, കുറെ വാഗ്ധോരണികൾ മാത്രം, അതിന്റെ യാതൊരു പ്രയോജനങ്ങളുമില്ല. അടിക്കടി നാശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ അള്ളാഹു പറയുന്നു ഇങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നം എന്താണ്? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷാധികാരികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന ഒരു പ്രശ്നം വന്നു ഉടനെ അവിടെ പോയി സഹായം ചോദിക്കുന്നു, വേറൊരു പ്രശ്നം വന്ന് ഇങ്ങോട്ട് ഓടുന്നു. അവിടെ രാഷ്ട്രീയമാണ് ഔലിയാക്കളായി കടന്നു വന്നതെങ്കിൽ ഇവിടെ സമ്പത്താണ്, അവിടെ കുടുംബക്കാരാണ്, ഇവിടെ നേതാക്കന്മാരാണ്. ഇങ്ങനെ 4 ഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്, പ്രതീക്ഷിച്ചിട്ടാണ്. അള്ളാഹു അല്ലാത്ത എല്ലാ മേഖലകളിലേക്കും ആളുകൾ പോകുന്നുണ്ട്, അള്ളാഹുലേക്ക് മാത്രം തിരിയുന്നില്ല. കാരണം എന്താണ്? ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെയും ഇവരെയും ഒക്കെ ഔലിയാക്കളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. അള്ളാഹു പറയുന്നു വല്ലാഹു വലിയുൽ മുത്തഖീൻ. എന്നാൽ മുത്തഖീങ്ങളായ ആളുകളുടെ ഔലിയ എന്നുള്ളത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു മാത്രമാണ്, അള്ളാഹ് മാത്രം മതി. വകഫാ ബില്ലാഹി വക്കീല. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ എൻ്റെ അള്ളാഹ് ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്നതിൽ ഞാൻ ആത്മാഭിമാനം കൊള്ളുന്നു എന്ന് തന്നെ പറയാൻ നമ്മളെ കൊണ്ട്. അത് മുത്തഖീങ്ങളുടെ ഒരു ശൈലിയാണ്. എനിക്ക് എൻ്റെ അള്ളാഹ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞോളാം, നിങ്ങൾ ഈ സഹായവുമായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ കാര്യം മാത്രം പറയാം. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലോകത്ത് പ്രത്യേകിച്ചും ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ഐക്യവും ഒരു പുത്തൻ ഉണർവും കണ്ടപ്പോൾ ബ്രിട്ടൻ ഒന്ന് പേടിച്ചു. ബ്രിട്ടൻ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് അറേബ്യ സമൂഹം എന്നുള്ള നിലയ്ക്ക് സൗദി അറേബ്യയും അതുപോലെ തന്നെ പഴയകാല ഉസ്മാനിയ ഖിലാഫത്തും എല്ലാം ഒരുമിച്ച് ചേർന്ന് ചില ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ, ഒരു നീക്കമൊക്കെ നടത്തിയപ്പോൾ ബ്രിട്ടന്റെ പല പ്രദേശങ്ങളും പിടിച്ചു. ബ്രിട്ടൻ ഒന്ന് വിറച്ചുപോയി, പേടിച്ചുപോയി ശരിക്കും. ആ സമയത്താണ് പെട്ടെന്ന് തന്ത്രപരമായ നീക്കം നടത്തുന്നത്. കാരണം ഇവരിപ്പോൾ ഖുർആനിലാണ് ഉള്ളത്, ഖുർആനിൽ നിന്ന് ഇവരൊന്നും മാറ്റണമല്ലോ. അതിനുവേണ്ടി സൗദിയിലെ അന്നത്തെ രാജാവായ ഷരീഫ് ഹുസൈൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ജോർദാനും തരാം, ഫലസ്തീനും തരാം, നിങ്ങൾ ഞങ്ങളോട് നിൽക്കാവോ, ഐക്യത്തിൽ നിന്ന് ഒന്ന് പിന്മാറാവോ എന്ന് ചോദിച്ച ഉടനെ ഷരീഫ് ഹുസൈൻ എന്ത് ചെയ്തു? ഭൗതിക താല്പര്യം ഉണ്ടായി. അപ്പോൾ തന്നെ ചാടി എന്ത് ചെയ്തു? തുർക്കി ഖിലാഫത്തിനെതിരായി പ്രവർത്തിക്കുകയും അങ്ങനെ ബ്രിട്ടനോടൊപ്പം തുർക്കി ഖിലാഫത്തിനെതിരായി യുദ്ധം ചെയ്യാൻ തയ്യാറാകും. ചരിത്രമാണ്. ആ ഒരൊറ്റ സംഭവത്തോടു കൂടി മാത്രമാണ് ഫലസ്തീൻ മറുഭാഗത്തേക്ക് എത്തിപ്പെട്ടതും ബ്രിട്ടന്റെ കയ്യിൽ അകപ്പെട്ടതും. അങ്ങനെ ബ്രിട്ടൻ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സകലമാന ഫിത്തനകൾക്കും വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുത്തതും അന്നത്തെ ബ്രിട്ടന്റെ താല്പര്യമാണ്. അപ്പൊ ഇതിന് കാരണക്കാരായത് അവസരം വെച്ചു കൊടുത്ത മുസ്ലിം തന്നെയാണ്. അപ്പൊ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ചരിത്രപരമായ കാരണം മുസ്ലിം തന്നെയാണ്. നമ്മളിന്നിപ്പോ ബാക്കിയുള്ളവരെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റപ്പെടുത്തലൊന്ന് അവസാനിപ്പിച്ചിട്ട് കാര്യഗൗരവമായ ചർച്ചയിലേക്ക് നമ്മൾ വിശുദ്ധ ഖുർആനെ മുൻനിർത്ത്. നമ്മളുടെ അപജയം എന്തായിരുന്നു, പരാജയം എന്താണ്, അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പരിശോധിച്ചു നോക്കാം. അല്ലാതെ വലിയ കുറെ പത്രമാധ്യമങ്ങളും വായിച്ചു, അവിടെ നിന്നുള്ള കുറെ റിപ്പോർട്ടും കേട്ടു, ഇവിടെ നിന്നുള്ള CNN നോക്കി, അവരെന്ത് ചെയ്തു, അങ്ങനെയുള്ള കുറെ BBC നോക്കി, ഇത് വലിയ ചരിത്രവും പറഞ്ഞുകൊണ്ട് വിട്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് ചർച്ച ചെയ്യണം എന്നുള്ള വിഷയത്തിൽ മുൻകൂട്ടി തീരുമാനം എടുക്കപ്പെട്ടിട്ട് മാധ്യമ ലോകത്ത് അവരത്തരം വാർത്തകളാണ് നമുക്ക് വേണ്ടി സ്വയം സൃഷ്ടിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശരീഅത്തും കൽപ്പനകളൊക്കെ മാറ്റിവെച്ചു. ബാക്കി വിവരമില്ലാത്തവരുടെയൊക്കെ അഭിപ്രായങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ തിക്തഫലമാണ് ഇന്നത്തെ മുസ്ലിം ലോകം. സിറിയ, ഫലസ്തീൻ, ഈജിപ്ത് അടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെയും മുസ്ലിം ലോകത്തിന്റെ പ്രശ്നം എന്നുള്ളത് അള്ളാഹു അല്ലാത്ത എല്ലാത്തിന്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ മാത്രം ഒഴിവാക്കി നിർത്തുന്നു. അള്ളാഹുലേക്ക് ആരും ചെന്നെത്തുന്നില്ല എന്നുള്ളതിന്റെ കൃത്യമായ താല്പര്യം, അതിന്റെ പ്രശ്നം മാത്രമാണ് എന്നതാണ് ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയാംവിധം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി മുസ്ലിം ലോകത്തെ നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയിട്ടുള്ളവരും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിൻ്റെ പേരിൽ ജയിലുകൾ കഴിയേണ്ടി വരും നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു സമാധാനം, സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പുതിയ പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന്റെ ഹദീസിന്റെ വഴിയിലൂടെ മുസ്ലിം ലോകത്തിന്റെ ഇസ്സത്തിനെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരേക്കും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ പല മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.